नमस्ते बच्चों। पिछले कक्षा में हम पक्षी और दीमक कहानी के कुछ भाग हम पढ़ चुके हैं, तो आज हम इसके आगे के भाग पढ़ेंगे। तो आगे के भाग की ओर जाने से पहले हम कुछ पूर्व ज्ञान देखें। तो बताइए, पक्षी और दीमक कहानी के कवि कौन है? पक्षी और दीमक कहानी के कवि हैं मुक्तिबोध। तो दूसरा सवाल, एक दिन नौजवान पक्षी ने जमीन पर क्या देख लेता है? क्या देख लिया था? एक बैलगाड़ी को देख लिया। बैलगाड़ी में क्या था? बैलगाड़ी के अंदर क्या था? बैलगाड़ी के अंदर दीमकों से भरे बोरे थे। और पक्षी से गाड़ी वाले ने क्या कहा? पक्षी से गाड़ी वाले ने कहा कि 2 दीमकें लो और एक पंख दो, है ना। तो पिता ने पक्षी को क्या समझाया? पिता ने पक्षी को समझाया कि दीमकें हमारा स्वाभाविक आहार नहीं है। കുട്ടികളെ നോക്കാം, കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചത് ഏതാണ്? പക്ഷി ഓർ ദീമക് എന്ന പാഠമായിരുന്നു അല്ലേ? അപ്പോൾ ആ പാഠത്തിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. വളരെ ഉയരങ്ങളിൽ പറന്നു പോകുന്ന പക്ഷി. ഈ പക്ഷി എന്ത് കാണുകയാണ്? ഒരു കാളവണ്ടീൻ്റെ അകത്ത് ചിതലുകൾ നിറച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പക്ഷി എന്ത് കണ്ടു? അപ്പോൾ കാളവണ്ടിക്കാരൻ എന്ത് പറഞ്ഞുകൊണ്ട് പോവുകയാണ്? 2 ചിതലുകൾ തരാം, ഒരു തൂവൽ തരാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ ഈ പക്ഷി ഇത് കണ്ടു. അപ്പോൾ പക്ഷിക്ക് എന്ത് തോന്നി? ഇതോടൊരു എളുപ്പ വഴിയായിട്ട് തോന്നി. അപ്പോൾ പക്ഷി എന്ത് ചെയ്തു? ഈ കച്ചവടം ഉറപ്പിക്കുകയാണ്. വണ്ടിക്കാരനുമായിട്ട് ഈ പക്ഷി ഉറപ്പിച്ചു. എന്താണ്? ഞാനൊരു തൂവൽ തരാം, നിങ്ങൾ എനിക്ക് 2 ചിതലുകൾ തരാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ചു. അങ്ങനെ എല്ലാ ദിവസവും ഈ പക്ഷി എന്ത് ചെയ്യുകയാണ്? ഈ ചിതലുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉയരങ്ങളിൽ പറന്ന പക്ഷി താഴെ ഇറങ്ങി വരും. എന്നിട്ട് ആരോട് വാങ്ങിയാണ്? ഈ വണ്ടിക്കാരനോട് ചിതൽ വാങ്ങി അയാൾക്ക് എന്തു കൊടുക്കും? തൻ്റെ ചിറകിൽ നിന്നൊരു തൂവൽ പറിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തൂവൽ പറിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടൊക്കെ ഈ പക്ഷി സഹിച്ച് എന്ത് ചെയ്യാണ്? തൂവൽ പറിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ്? ഈ ചിതലിനോട് ആ പക്ഷിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ആ പക്ഷിയുടെ അച്ഛൻ കണ്ടു തൻ്റെ മകൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ആ പക്ഷിയെ ഉപദേശിക്കുകയാണ്. എന്താണെന്ന് ഉപദേശിച്ചു? ഈ ദീമക് എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തൂവൽ കൊടുക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? അച്ഛൻ പക്ഷിയെ ഉപദേശിച്ചു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത്രയും ഭാഗമാണ് നോക്കിയത്. അപ്പം നമുക്ക് അടുത്ത ഈ ഭാഗം നോക്കാം. ഇതിൽ അച്ഛൻ പറഞ്ഞ ഉപദേശം മകൻ കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാഠഭാഗത്തിലേക്ക് പോകാം. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपने मुंह दूसरी ओर कर लिया। उसे जमीन पर उतरकर दीमकें खाने की चट लग गई थी. लेकिन എന്ത് സംഭവിക്കുകയാണ്? അപ്പോൾ പക്ഷി എന്ത് സംഭവിച്ചു? ഉസ് നോജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സെ. നോജവാൻ പക്ഷി എന്ത് ചെയ്തു? വളരെ ഗർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം? വളരെ അഹങ്കാരം എന്നാണ് പറയും ഗർവിന്. അച്ഛൻ ഉപദേശിച്ചു. എന്താണ്? ചിതലുകൾ നമ്മ കഴിക്കേണ്ട ഫുഡല്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ അച്ഛൻ പറയുന്ന വാക്ക് മകൻ കേട്ടില്ല. എന്ത് ചെയ്തു മകൻ? നൗജവാൻ പക്ഷി, യുവാവായ പക്ഷി എന്ത് ചെയ്തു? ബഡേഹി ഗർവ് സെ, വളരെ അഹങ്കാരത്തോടു കൂടി അപ്ന മുഹ് ദൂസരി ഓർ കർ ലിയ, തൻ്റെ മുഖം എന്ത് ചെയ്തു? ദൂസരി ഓർ കർ ലിയ എന്ന് പറഞ്ഞത് തിരിഞ്ഞു നിന്നു, മറുവശത്തേക്ക് തിരിഞ്ഞു നിന്നു. അച്ഛൻ പറയുന്ന കേൾക്കുന്നില്ല. അപ്പം പിന്നെ സംഭവിക്കാൻ നോക്കാം. और उसे जमीन पर उतरकर दीमकें खाने की चट लग गई थी. ഈ പക്ഷിക്ക് എന്ത് സംഭവിച്ചിരുന്നു? ഭൂമിയിൽ ഇറങ്ങി വരാൻ, ഉയരങ്ങളിൽ പറക്കുന്നത് വിട്ടിട്ട് താഴെ വന്നിട്ട് എന്ത് തിന്നാനുള്ള ആഗ്രഹം ഈ പക്ഷിക്ക് ഉണ്ടായിരുന്നു? ചിതലുകൾ തിന്നാനുള്ള ആഗ്രഹം. അപ്പം അതിൽ അച്ഛൻ പറയുന്ന വാക്കുകളൊന്നും ആര് കേട്ടില്ല? ഈ പക്ഷി ചെവി കൊണ്ടേയില്ല, എല്ലാം കളഞ്ഞു. പിന്നെന്ത് സംഭവിക്കുകയാണ്? अब उसे ना तो दूसरे कीड़े अच्छे लगते ना फल ना अनाज के दाने. ഇപ്പം ആണെങ്കിൽ ഈ പക്ഷിക്ക് എന്ത് ഇഷ്ടമില്ല? ദൂസരെ കീടെ, മറ്റു പുഴുക്കളും ഈ പക്ഷിക്ക് ഇഷ്ടമില്ല. और ഫൽ, എന്താണ് ഫൽ എന്ന് പറഞ്ഞാൽ? ഫലങ്ങൾ, പിന്നെ അനാജ് ധാന്യങ്ങൾ,
और दीमकों का शौक, ഇതൊന്നും ആ പക്ഷിക്ക് താല്പര്യമില്ല. എന്തിൻ്റെ താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നു? ദീമക്ക് മാത്രമാണ് ഈ പക്ഷിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്തിനോട് തിന്നാൻ താല്പര്യം. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്ന വാക്കുകളൊന്നും ആ പക്ഷി കേട്ടില്ല. കാരണം പക്ഷിക്ക് എന്ത് മാത്രം വേണമായിരുന്നു? ദീമക്ക് മാത്രം തിന്നണമായിരുന്നു. അതുകൊണ്ടാണ് നല്ല ഉപദേശം പറയുന്ന സമയത്ത് ഈ പക്ഷി കേട്ടില്ല. ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കുന്നത് നോക്കാം. लेकिन ऐसा कितने दिनों तक चलता, उसके पंखों की संख्या लगातार घटती चला गई. എന്ത് സംഭവിച്ചു? ലേക്കിൻ, പക്ഷെ ഇത് എത്ര ദിവസം വരെ മുന്നോട്ട് ഇങ്ങനെ പോവും? തൂവൽ പറിച്ചു കൊടുത്തിട്ട് എങ്ങനെ മുന്നോട്ട് എത്ര ദിവസം വരെ പോവും? उसके पंखों की संख्या लगातार घटती चली गई. ആ പക്ഷിയുടെ ചിറകിൻ്റെ സംഖ്യ കുറഞ്ഞുകൊണ്ട് വന്നു. ഓരോന്ന് തൂവൽ പറിച്ച് കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് ആ ചിറകിൽ തൂവൽ കുറഞ്ഞുകൊണ്ട് വന്നു. अब वह ऊंचाइयों पर अपना संतुलन सदा नहीं कर सकता. അപ്പോൾ ഉയരങ്ങളിൽ ഈ പക്ഷിക്ക് ഇപ്പോൾ പറന്നു പോവാൻ പറ്റുന്നില്ല. അപ്ന സന്തുലൻ എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥ, ബാലൻസിൽ നിർത്താൻ പറ്റുന്നില്ല പക്ഷിക്ക് പറന്നു പോവാൻ. बहुत समय तक पंख उसे सहारा दे सकते थे. പക്ഷെ കുറേ സമയം വരെ ഈ ചിറക് ഈ പക്ഷിക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നില്ല? സഹാറ എന്ന് പറഞ്ഞാൽ ആശ്രയം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ സമയം പക്ഷിക്ക് പറന്നു പോകാൻ പറ്റുന്നില്ല. അത്രയും ബാലൻസില്ല. കാരണം ഈ പക്ഷിയുടെ ചിറകിൽ നിന്ന് തൂവൽ കുറഞ്ഞുകൊണ്ട് പോയി. അതുകൊണ്ടാണ് ആകാശ യാത്ര के दौरान उसे जल्दी जल्दी पहाड़ी, ആകാശ യാത്ര എന്ന് പറഞ്ഞാൽ ആകാശയാത്രയായിട്ട് പറന്നു പോകുന്ന സമയത്ത് ജൽദി പെട്ടെന്ന് തന്നെ എങ്ങനെയാണ്? പഹാഡ് പർവ്വതങ്ങൾ, പിന്നെ ചട്ടാൻ പാറകൾ, മരങ്ങൾ, പിന്നെ ചോട്ടിയ ഗുബന്തോ और बुर्जों पर अपते हुए बैठ जाना पड़ता है. അപ്പോൾ ഈ ചിറകിൽ നിന്ന് തൂവൽ കുറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പക്ഷി ഉയരങ്ങളിൽ പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറക്കാൻ പറ്റാത്തത് കൊണ്ട് പർവ്വതങ്ങളിലോ അല്ലെങ്കിൽ പാറയിലോ പിന്നീട് മരങ്ങളിലൊക്കെ തന്നെ ഈ പക്ഷി ഇരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അഫ്തേ ഹുയെ എന്ന് പറഞ്ഞാൽ കിതച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പക്ഷി, പറക്കാൻ പറ്റുന്നില്ല. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते हैं. അപ്പോൾ ഈ പക്ഷിയുടെ പരിവാർ വാലെ എന്ന് പറഞ്ഞാൽ ഈ പക്ഷിയുടെ കുടുംബം, ഫാമിലി എന്ത് ചെയ്യാണ്? തഥാ മിത്ര, അതിൻ്റെ കൂടെ തന്നെ ഈ പക്ഷിയുടെ സുഹൃത്തുക്കൾ ഉയരങ്ങളിൽ പറന്നു പോവുകയാണ്. ഈ പക്ഷിക്ക് എന്ത് സംഭവിച്ചു? ഉയരങ്ങളിൽ പറക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പറക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ തൻ്റെ ചിറകിൽ നിന്ന് തൂവൽ ആർക്ക് കൊടുത്തു? വണ്ടിക്കാരന് കൊടുത്തു അല്ലേ? അപ്പം ചിറകിലുള്ള തൂവൽ കുറഞ്ഞുകൊണ്ട് വന്നു. അതുകൊണ്ടാണ് പക്ഷിക്ക് പറക്കാൻ പറ്റാത്തതായത്. വഹ് ബഹുത്ത് പിച്ചഡ് ജാത്ത ഫിർ ബി ദീമക്കെ ഖാനെ കി, പക്ഷേ ഈ പക്ഷി വളരെ പിറകിലായി പോകുന്നുണ്ട്. എന്നാൽ കൂടി ഈ പക്ഷി എന്ത് ഉപേക്ഷിക്കുന്നില്ല? ഈ ചിതലുകൾ തിന്നാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുന്നില്ല. തൻ്റെ ചിറകിൽ നിന്ന് തൂവലൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പോവുകയാണ് എന്ന് പറക്കാനും പറ്റുന്നില്ല. അതും മനസ്സിലാക്കുന്നില്ല ഈ പക്ഷി അല്ലേ? അതുകൊണ്ട് എന്തുകൊണ്ടാണ്? ഈ പക്ഷിക്ക് ദീമക്ക് തിന്നാനുള്ള, ചിതലുകൾ തിന്നാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട്. दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ कर देता रहा. ദീമക്ക് ചിതലിന് വേണ്ടിയിട്ട് ഈ പക്ഷി എന്തായിരുന്നു? ആ വണ്ടിക്കാരന് തൻ്റെ ചിറകിൽ നിന്ന് തൂവൽ പറിച്ച് കൊടുക്കുകയാണ്. തോടുക്കർ എന്ന് പറഞ്ഞാൽ പറിച്ചു കൊടുക്കുന്നത്. फिर उसे सोचा कि आसमान में उड़ना ही फिजूल है. പിന്നെ ഈ പക്ഷി ചിന്തിക്കുകയാണ് ആസ്മാൻ മേ ഉഡ്ന, ആകാശത്ത് പറന്നു പോകുക എന്ന് പറയുന്നത് ഫിസൂലാണ്. ഫിസൂൽ എന്ന് പറഞ്ഞാൽ വെറുതെ. ആകാശത്ത് പറന്നു പോയിട്ട് എന്ത് ഗുണം? ആ പക്ഷി ചിന്തിക്കാൻ തുടങ്ങി. വ മൂർഖ് കാ കാം ഹൈ, ഉസ്കെ ഹാലത്ത് യഹ തീ കി അബ് വ ആസ്മാൻ മേ ഉഡ് നഹീ സക്ത. അപ്പോൾ ഈ പക്ഷി ചിന്തിച്ചു ആകാശത്ത് പറന്നു പോകുന്നത് ആരാണ്? ഇത് വിഡ്ഢികളുടെ ജോലിയാണ്. മൂർഖ് എന്ന് പറഞ്ഞാൽ വെടി. ആകാശത്ത് പറന്നു പോകുന്ന ആളാരാണ്? വിഡ്ഢികളാണെന്ന് ഈ പക്ഷി പറഞ്ഞു. ഉസ്കെ ഹാലത്ത് യഹ്, ആ പക്ഷിയുടെ അവസ്ഥ ഇതായിരുന്നു. അബ് വ ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്താത്ത, ഈ പക്ഷിക്ക് ആകാശങ്ങളിൽ ഉയരങ്ങളിൽ പറക്കാൻ പറ്റാത്തൊരവസ്ഥയും. ആ അവസ്ഥ ആകുമ്പോഴാണ് തൻ്റെ തെറ്റ് ആ പക്ഷി മനസ്സിലാക്കുന്നില്ല. പിന്നെ ഈ പക്ഷി എന്ത് ചെയ്യുകയാണ്? ആ മനസ്സിലാക്കാതെ തന്നെ ഇങ്ങനെ പറയുകയാണ്.
ഉയരങ്ങളിൽ പറക്കുന്നത് വെറുതെയാണ്, അത് വിഡ്ഢികളുടെ ജോലിയാണ് ഒക്കെയാണ് ഈ പക്ഷി പറയാണ്. തൻ്റെ തെറ്റ് ഞാൻ ചെയ്തത് കൊണ്ടാണ്, എൻ്റെ ചിറക് തൂവൽ കൊടുത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന ഒരു കുറ്റബോധം ആരിൽ വന്നില്ല, ആ പക്ഷിയിൽ വന്നില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक പൗഞ്ചാത്ത. പിന്നെ എങ്ങനെ സംഭവിക്കുകയാണ്? ആ പക്ഷി ഒരു മരത്തിൽ നിന്ന് പറന്ന് മറ്റൊരു മരത്ത് വരെ എത്തുന്നുണ്ട്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് മാത്രം ആ പക്ഷിക്ക് പറന്ന് പോകാൻ പറ്റുന്നുണ്ട്. ധീരെ ധീരെ, പതുക്കെ പതുക്കെ, ഉസ്കി ശക്തി ബി കം ഹോത്തി ഗയി. പതുക്കെ പതുക്കെ ഒരു മരത്തിൽ കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷിയുടെ ഈ ശക്തിയും എന്ത് സംഭവിച്ചു? പതുക്കെ 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 എന്തായി തുടങ്ങി? കുറഞ്ഞുകൊണ്ട് വന്നു. और एक समय वह आया जब वह बड़ी मुश्किल से, പിന്നെ ഒരു സമയം ഇങ്ങനെ വന്നു. എങ്ങനെയായി? कि बड़ी मुश्किल से, വളരെ ബുദ്ധിമുട്ട് കൊണ്ട് എന്ത് ചെയ്യാൻ? पेड़ की एक डाल से लगी हुई दूसरे डाल पर चलकर फूद कर पहुंचता है. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്ന് എന്താണ്? വളരെ ബുദ്ധിമുട്ട് ആ പക്ഷിക്ക് വന്നു. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിന്റെ കൊമ്പിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥയായി മാറി ആ പക്ഷിക്ക്. ഫൂദുക്കർ എന്ന് പറഞ്ഞാൽ ചാടേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്ന് മറ്റൊരു മരത്തിന്റെ കൊമ്പിലേക്ക് ചാടേണ്ട ഒരു അവസ്ഥയിൽ എത്തിയ പക്ഷി. ലേക്കിൻ ദീമക്കെ കാനിക്കാ ഷോക്ക് നെഹി ചൂട്ട. അത്രയും സംഭവിച്ചെങ്കിലും ഈ പക്ഷി എന്തുപേക്ഷിക്കുന്നില്ല? തൻ്റെ ചിതലുകൾ തിന്നാനുള്ള ആ ആഗ്രഹം ഈ പക്ഷി ഉപേക്ഷിക്കുന്നേ ഇല്ല. ഇത്രയും സംഭവിച്ചു. അപ്പൊ ആ തെറ്റ പക്ഷി ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അല്ലേ? അടുത്തതിൽ നോക്കാം. बीच बीच में गाड़ी वाला बुद्धा दे जाता, वह कहीं नजर में ना आता, पर उसके इंतजार में गुलता रहे. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കാരനെ കാണുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാണ്? ബുദ്ധ ദേ ജാത്ത എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പക്ഷിന് ആരെ കാണും? ഗാഡിവാലനെ കാണും, പിന്നെ കാണൂല. ഒളിച്ചിരിക്കുകയാണ്. കാരണം ആരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്? പക്ഷിനെ കാണാതിരിക്കാൻ. वो कई नजर में ना आता, പിന്നെ എവിടെയും ആരെ കാണുന്നില്ല? ഈ ഗാഡിവാലനെ, വണ്ടിക്കാരനെ കാണപ്പെടുന്നില്ല. പക്ഷി ഉസ്കെ इंतजार में गुलता रहता है. എന്ത് ചെയ്തു? പക്ഷി ഉസ്കെ इंतजार എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ. ആരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്? ഈ വണ്ടിക്കാരനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ പക്ഷി വണ്ടിക്കാരനെ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് നോക്കാം. लेकिन दीमकों का शौक जो उसे था, उसने सोचा मैं खुद ही दीमके ढूंढूंगा, इसलिए वह पेड़ पर से उतर कर जमीन पर आ गया. അങ്ങനെ ഈ പക്ഷി എന്ത് ചിന്തിച്ചു? ദീമക്കോं का शौक जो उसे था, ഈ പക്ഷിക്ക് ചിതലുകൾ തിന്നാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഉപേക്ഷിക്കാൻ ഈ പക്ഷി തയ്യാറല്ല. അതുകൊണ്ട് പക്ഷി ഒരു തീരുമാനം എടുക്കുകയാണ്. നോക്കാം. ആ പക്ഷി ഇങ്ങനെ ചിന്തിച്ചു. मैं खुद दीमके ढूंढूंगा, ഞാൻ സ്വയം ദീമക്ക് ചിതലുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. ഡൂണ്ടുന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുകയാണ്. ഞാൻ സ്വയം താഴെ എന്ത് ചെയ്യും? എല്ലാ ചിതലുകളെ കണ്ടുപിടിക്കും അന്വേഷിച്ചിട്ട്. इसलिए वह पेड़ पर से उतर कर जमीन पर आ गया. അതുകൊണ്ട് ഈ പക്ഷി എന്ത് ചെയ്തു? മരത്തിന്റെ കൊമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ മരത്തിന്റെ കൊമ്പിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. और घास के एक लहराते गुंज में सिमट कर बैठ गया. താഴെ ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്തു? ഗാസ് എന്താണ്? പുല്ല്. അപ്പോൾ ഒരു പുല്ലിന്റെ ലഹരാത്തെ, പുല്ലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന പുല്ലിന്റെ ഗുഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം. പുല്ലിന്റെ കൂട്ടത്തിന് ഇടയിൽ എന്ത് ചെയ്തു? സിമട്കർ എന്ത് ചെയ്തു? ചുരുങ്ങി കൂടിയിരുന്നു. ആരും കാണാത്ത മാതിരി ഈ പക്ഷി അവിടെ ഒളിച്ചിരിക്കുകയാണ്. फिर एक दिन उस पक्षी के जी में न मालूम क्या आया, वह खूब मेहनत से जमीन में से दीमके चुन चुन कर खाने के बजाय उसे इकट्ठा करने लगा. अब फिर एक दिन उस पक्षी के जी में, പിന്നെ ഒരു ദിവസം ആ പക്ഷിയുടെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് തോന്നി. എന്താണ്? കൂബ് മേനസെ, കൂബ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ, മെഹനത്ത് പറഞ്ഞാൽ എന്താണ്? അധ്വാനിക്കുക. അങ്ങനെ വളരെ അധ്വാനിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് എന്ത് ശേഖരിക്കും എന്ന് പറഞ്ഞു? ചിതലുകളെ ഞാൻ ശേഖരിക്കും. ചുൻചുൻക എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് ശേഖരിച്ചു വെക്കും. കാനേക്കെ ബജ, കാനേക്കെ എന്ന് പറഞ്ഞാൽ തിന്നുന്നതിന് പകരം ഇത് ഓരോന്ന് എന്തെന്ന് പറഞ്ഞാൽ ഈ പക്ഷിക്ക് ചിതലുകളോട് വളരെ ഇഷ്ടമായിരുന്നു.
അപ്പോൾ ഇത് ഇനി തിന്നാൻ പോകുന്നില്ല ഈ പക്ഷി. എന്ത് ചെയ്യാണ്? കൂട്ടി വെക്കുകയാണ്. ഉന്നെ ഇക്കട്ടാ കർനെ ലഗ. ഇക്കട്ടാ കർന എന്ന് പറഞ്ഞാൽ എല്ലാം ശേഖരിച്ച് വെക്കാൻ തുടങ്ങി. अब उसके पास दीमकों के ढेर हो गया. ഇപ്പം ആ പക്ഷിയുടെ അടുത്ത് ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെയായി മാറി. കാരണം ഒരുപാട് ചിതലുകൾ ഈ പക്ഷി ശേഖരിച്ച് വെച്ചു. എന്തിനാണ് വെച്ചതെന്ന് നമുക്ക് നോക്കാം. फिर एक दिन एकाएक वह गाड़ी वाला दिखाई दी. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് ആരെ കണ്ടു? ഈ വണ്ടിക്കാരനെ കണ്ടു. ഈ വണ്ടിക്കാരന് പക്ഷിയെ കാണാണ്ട് ഒളിച്ചൊളിച്ചു പോവുകയായിരുന്നു അല്ലേ? അപ്പോൾ ഒരു ദിവസം ഈ പക്ഷി ആരെ കണ്ടു? ഈ ഗാഡിവാലാനെ കണ്ടു. പക്ഷി കോ ബഡി ഖുഷി ഹുയി. ആ വണ്ടിക്കാരനെ കണ്ടപ്പോൾ ഈ പക്ഷിക്ക് വളരെയേറെ സന്തോഷമായി. ഉസ്നെ പുകാര കഹ. ആ പക്ഷി എന്ത് ചെയ്തു? പുകാർന എന്ന് പറഞ്ഞാൽ വിളിക്കുക. ആരെ വിളിച്ചു? ഈ വണ്ടിക്കാരനെ വിളിക്കുകയാണ്. गाड़ी वाले, ओ गाड़ी वाले, मैं कब से तुम्हारा इंतजार कर रहा था. എന്തെന്ന് വിളിച്ചു? ഓ വണ്ടിക്കാരാ, ഓ വണ്ടിക്കാരാ എന്ന് വിളിച്ചു. കബ് സെ, ഞാൻ എപ്പോ ഉണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. തുമാരാ ഇന്തസാർ കർന, ഞാൻ എപ്പോ ആണ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാൻ, ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. എന്തിനായിരിക്കാം നോക്കാം. പഹചാനി ആവാസ് സുൻകർ ഗാഡി വാല റുക് ഗയ. പഹചാനി ആവാസ് പറഞ്ഞാൽ പരിചയമുള്ള ശബ്ദം കേട്ടു. അതുകൊണ്ട് ഈ വണ്ടിക്കാരൻ നിന്നു അവിടെ. തബ് പക്ഷീനെ കഹാ ദേഖോ മേനെ കിത്തനെ സാരി ദീമക്കെ ജമാ കർ ലീ ഹൈ. അപ്പോൾ പരിചയമുള്ള ശബ്ദമാണ് ഈ ആർക്ക് കേട്ടു? ഗാഡിവാലാക്ക് കേട്ടു അല്ലേ? അപ്പോൾ ഗാഡിവാല അവിടെ നിന്നു. തബ് പക്ഷീനെ കഹാ, അപ്പോൾ ഈ പക്ഷി വണ്ടിക്കാരനോട് പറയാണ്, ദേഖോ നോക്കൂ, മേനെ കിത്തനെ സാരി ദീമക്കെ ജമാ കർ ലീ ഹൈ. വണ്ടിക്കാരനോട് പറയാണ്, വണ്ടിക്കാര നോക്കൂ, ഞാൻ എത്ര ചിതലുകളെയാണ് ശേഖരിച്ച് വെച്ചിട്ടുള്ളത്, നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. ഗാഡി വാലേക്കോ പക്ഷി കി ബാത് സമജ് മേ നഹി ആയി. അപ്പം വണ്ടിക്കാരൻ എന്താ, പക്ഷി എന്ത് പറഞ്ഞു വണ്ടിക്കാരനോട്? നോക്കൂ, ഞാൻ ഒരുപാട് ചിതലുകളെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഗാഡി വാലേക്കോ പക്ഷി കി ബാത് സമജ് മേ നഹി ആയി. പക്ഷേ ഈ വണ്ടിക്കാരന് പക്ഷി പറയുന്നതൊന്നും മനസ്സിലായില്ല അല്ലേ? ഉസ്നെ സിർഫ് ഇത്നാ കഹാ. ആ പക്ഷി ആര് പറഞ്ഞു? വണ്ടിക്കാരന് ഇത്ര മാത്രം പറഞ്ഞു. തോ മേ ക്യാ കറൂ. എന്താ പറഞ്ഞു? നീ ഇത്രയും ചിതലുകളെ ശേഖരിച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആര് പറഞ്ഞു? വണ്ടിക്കാരൻ പറഞ്ഞു. ये मेरे दीमक के ले लो और मेरे पंख मुझे वापस कर दो. പക്ഷി ने जवाब दिया. പക്ഷി വണ്ടിക്കാരനോട് എന്ത് പറഞ്ഞു? ഏ മേരെ ദീമക്കെ ലേലോ, ഞാൻ ഇത്രയും ശേഖരിച്ച് വെച്ചിട്ടുള്ള കൂമ്പാരമാതിരിയാക്കി വെച്ചിട്ടുള്ള ചിതലുകളൊക്കെ തന്നെ നിങ്ങൾ എടുത്തോളൂ. എനിക്ക് എന്ത് താ? ഞാൻ തന്ന തൂവലുകളൊക്കെ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. പക്ഷീനെ കഹ ജവാബ് ദിയ. പക്ഷി പറഞ്ഞു ആരോട്? ഈ വണ്ടിക്കാരനോട്. അങ്ങനെ സംഭവിക്കുമോ? നമ്മൊന്ന് കൊടുത്ത സാധനം നമുക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല. गाड़ी वाला टटक कर हंस पड़ा. उसने कहा, बेवकूफ, मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं. അപ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ വണ്ടിക്കാരൻ ചിരിച്ചു. പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു വണ്ടിക്കാരൻ. എന്നിട്ട് ആ വണ്ടിക്കാരൻ ആ പക്ഷിയോട് പറയുകയാണ്, ബേവക്കൂഫ്. ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? വിഡ്ഢി. ദീമക്കെ ബദലെ പങ്ക് ലേത്താവും. ആ വണ്ടിക്കാരൻ എന്ത് പറഞ്ഞു? മേ ദീമക്കെ ബദലെ, ഞാൻ ചിതലുകൾക്ക് പകരം ഞാൻ എന്ത് വാങ്ങുന്നു? തൂവലാണ് ഞാൻ വാങ്ങുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അല്ലേ? അതിനുശേഷം പങ്ക് കെ ബദലെ ദീമക് നഹി. പിന്നെന്ത് പറഞ്ഞു? തൂവലിന് പകരം എന്ത് വാങ്ങുന്നില്ല? ദീമക്, ചിതൽ ഞാൻ വാങ്ങുന്നില്ല എന്ന് ആര് പറഞ്ഞു? വണ്ടിക്കാരൻ പറഞ്ഞു. ഗാഡി വാലേനെ പങ്ക് ശബ്ദ പർ ജോർ ദിയ. അപ്പോൾ ഗാഡി വാല ഇവിടെ എന്ത് ചെയ്തു? തൂവൽ എന്ന് പറയുന്ന വേർഡിനെ വളരെ ശബ്ദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗാഡി വാല ചലാ ഗയ, പക്ഷി ചട്പടാക്കർ രഹ ഗയ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? വണ്ടിക്കാരൻ അവിടെ നിന്ന് പോയി. എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ശേഖരിച്ച് വെച്ച തൂവലൊന്നും വേണ്ട എന്ന് പറഞ്ഞു അല്ലേ? അത് പറഞ്ഞുകൊണ്ട് ആര് പോയി? ഈ വണ്ടിക്കാരൻ പോയി. പക്ഷി സംഭവിച്ചപ്പോൾ പക്ഷിക്ക് എന്ത് സംഭവിക്കുകയാണ്? പക്ഷി ഇത് കേട്ടിട്ടാകുമ്പോൾ സ്തംഭിച്ച് നിന്നുപോയി. एक दिन एक काली बिल्ली आई और
अपने मुँह में उसे दबाकर चली गई. അപ്പോൾ ഈ പക്ഷിക്ക് ഇപ്പോൾ പറക്കാൻ പറ്റുന്നില്ല, എവിടെയും പോകാൻ പറ്റുന്നില്ല അല്ലേ, മരത്തിൻ്റെ മുകളിൽ കൊമ്പിൽ ഇരിക്കാനും പറ്റുന്നില്ല. ഈ പക്ഷി ഇപ്പോൾ നിലത്തുണ്ട്. അപ്പോൾ ഒരു ദിവസം എന്ത് സംഭവിക്കുകയാണ്, കാലി ബില്ലി എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത പൂച്ച വന്നു എന്ത് ചെയ്യാണ്, അപ്നെ മുഹമ്മെ ഉസെ ദബാക്കർ ചലേഗി, ഒരു കറുത്ത പൂച്ച വരികയാണ്. ഈ പക്ഷി എന്ത് ചെയ്തു, തൻ്റെ വായിൽ അമർത്തി ഇട്ടു. ആര്, പൂച്ച. ഈ പക്ഷിനെ എന്ത് ചെയ്തു, പൂച്ച ആ പക്ഷീനെ തിന്നു അല്ലേ. അപ്പോൾ തിന്ന ശേഷം ഈ പൂച്ച പോവുകയാണ്. തബ് ഉസ് പക്ഷി കാ കൂൻ, ആ പോകുന്ന സമയത്ത് ഈ പക്ഷിയുടെ കൂൻ എന്ന് പറഞ്ഞാൽ എന്താ, ചോര. ഈ പക്ഷിയുടെ ചോര ടപക് ടപക് കർ ജമീൻ പർ ബൂന്തോ കി ലക്കീർ ബൻ രഹാ താ. ഈ എന്ത് ചെയ്തു, ഈ പൂച്ച പക്ഷീനെ വായിലിട്ട് തിന്നുകൊണ്ട് പോവുകയല്ലേ. തിന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഈ പക്ഷിയുടെ ചോര ടപക് ടപക് എന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, തുള്ളി തുള്ളികളായിട്ട് പോവാൻ തുടങ്ങി. അതെങ്ങനെയായിരുന്നു, ലക്കീർ ബൻ രഹാത്ത. ലക്കീർ എന്ന് പറഞ്ഞാൽ ഒരു രേഖ പോലെയായി മാറാൻ തുടങ്ങി. കാരണം ഇത് പൂച്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പക്ഷിയുടെ ചോര താഴേക്ക് തുള്ളി തുള്ളിയായിട്ട് വീണുകൊണ്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇതിൽ സംഭവിച്ചത് എന്താണ്, പക്ഷി തൻ്റെ തൂവലുകൾ കൊടുത്തിട്ട് തൻ്റെ ചിറകിൽ തൂവലിൻ്റെ സംഖ്യ കുറഞ്ഞു അല്ലേ. അന്ന് അച്ഛൻ പറഞ്ഞ വാക്ക് ആ പക്ഷി കേട്ടോ. അച്ഛൻ പറഞ്ഞ വാക്ക് ആ പക്ഷി കേട്ടിരുന്നെങ്കിൽ, കേട്ട ശേഷം ആ പക്ഷി അതിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ ആ പക്ഷിക്ക് ഈ ഒരു ഗതി വരുമായിരുന്നു ഇല്ല അല്ലേ. നേരായ രീതിയിൽ തന്നെ ആ പക്ഷിക്ക് മുന്നോട്ട് പോകാമായിരുന്നു. അപ്പോൾ അവസാനമാണ് ഈ പക്ഷിക്ക് ആ കുറ്റബോധം തോന്നുന്നത്. തൻ്റെ തൂവൽ കൊടുത്തതിലുള്ള കുറ്റബോധം ആ പക്ഷിക്ക് അവസാനം തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2 ഭാഗങ്ങളായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും.